എല്ലാവർക്കും സൗത്ത് ഈസ്റ്റ് കിച്ചന്റെ ഓണാശംസകൾ. ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം, കുടപ്പൻ വൻപയർ തോരൻ. ഇത് സദ്യക്കും ഊണിന്റെ കൂടെയും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുടപ്പൻ അരിഞ്ഞ് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ചതാണ് കറ കളയാനായിട്ട്. പണ്ടൊക്കെ അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ ഇടുമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, എണ്ണ പരട്ടിയിട്ട് തിരുമ്മി വെച്ചാൽ മതി, അപ്പോൾ കറ പോയിക്കോളും. ഒരു കപ്പ് വൻപയർ വേവിച്ച് വെച്ചതാണ്, ഒരു കപ്പ് തേങ്ങാപ്പീര, ഒരു 5 ചെറിയുള്ളി, 3 പച്ചമുളക്, ഒരു മീഡിയം സവാള അരിഞ്ഞത്, ഒരു 2 നുള്ള് ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വേപ്പില, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ കടുക് ഇടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞ സവാള ഇട്ട് വഴറ്റാം. സവാള ആയിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം. ഇതിലേക്ക് കുടപ്പനിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ വേവാൻ. കുടപ്പം വേകുന്ന വരെ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ, അതിലേക്കൊരു 5 ചെറിയുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് കറിവേപ്പില ഇടാൻ മറന്നുപോയി. ജീരകം ഞാനൊന്ന് ചതച്ചെടുക്കണേ, അത് കടിക്കണ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. അധികം അരഞ്ഞു പോകരുത്. ഇത് ഇതിലേക്ക് ഇടാം. ഈ വേവിച്ച പയറും ചേർക്കാം. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുടപ്പൻ വൻപയർ തോരൻ. ഇത്തവണ ഓണത്തിന് കുടപ്പൻ തോരൻ ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും.